ഹലോ. അപ്പോൾ അമ്മയും അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ അപ്പോൾ ദോശ ഉണ്ടാക്കാനാണ് കരുതുന്നത്. അധിക ദിവസം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശ തന്നെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. എപ്പോഴും ലൈറ്റർ കാണാതെ പോകും. അങ്ങനെ തീപ്പെട്ടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചായക്കുള്ള വെള്ളം വെക്കുന്നത്. അപ്പോഴത്തേക്കും അമ്മയും അനിയത്തിയൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് എല്ലാവർക്കും ഉള്ള ദോശയെല്ലാം ചൂടോട് ചുട്ടെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നല്ല ഒരു കിളിയുടെ ശബ്ദം കേട്ടോ. മയിലാണെന്ന് തോന്നുന്നു. മയിലിനെ നോക്കി നിൽക്കണം കേട്ടോ. മയിലിനൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ അകത്തേക്ക് പോയിട്ട് ചോറിനുള്ള വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി കഴുകിയിടുമ്പോഴത്തേക്കും അമ്മ ഇതാ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഇതാ അരിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. അനിയത്തി അമ്മയും കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ വീട്ടിലോട്ട് വരുന്നത് തന്നെ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ എല്ലാം തന്നെ മൊത്തം അങ്ങ് ചിരകി അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ചിരവാനുള്ള ബുദ്ധിമുട്ട് കാരണം നന്നാക്കി ചിരവിയ തേങ്ങയെല്ലാം ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ദോശയ്ക്കുള്ള ചമ്മന്തിയും കൂടി ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. അനിയത്തി ഇതാ വലിയ സ്റ്റൈലേക്ക് ഇങ്ങനെ നോക്കിക്കാണ് കേട്ടോ. ആ രാവിലെ കറക്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അനിയത്തിക്ക് നേരത്തെ തന്നെ ദോശയും ചട്നിയും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾ അങ്ങോട്ട് കഴിക്കട്ടെ. നമ്മളെന്നാൽ കുറച്ച് പണികളും കൂടി തീർത്തിട്ട് മാത്രം ഫുഡ് കഴിക്കുന്നുള്ളൂ. അങ്ങനെ നേരെ നമ്മൾ വയലിൽ പോയിട്ട് വാഴേൻ്റെ തണ്ടില്ലേ, ഇവിടെ അങ്ങനെ പല പേരിലും പറയും കേട്ടോ. എന്താണ് മാണിത്തണ്ട് എന്നൊക്കെ പറയും. അതെല്ലാം എടുത്ത് അപ്പോഴത്തേക്കും അച്ചുവും ദേവൂത എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേവൂസിന് ഫുഡ് കൊടുക്കലാണ് കേട്ടോ എൻ്റെ അടുത്ത അംഗം. എത്ര നേരം കൊടുത്തും ദേവൂസ് ഫുഡ് കഴിക്കില്ല. ലാസ്റ്റ് ആ ഫുഡെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് എടുത്ത് കഴിച്ചു കേട്ടോ. എത്ര വെച്ചിട്ടാണെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോഴേക്കും അമ്മ മാണിത്തണ്ട് ഉപ്പേരിയെല്ലാം വെച്ച് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ തുണികളൊക്കെ കഴുകി ഞാനിങ്ങനെ വിരിച്ചിടുന്നുണ്ട്. കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ കല്ലിൽ അടിച്ചലക്കാൻ വേണ്ടിയിട്ട്. ചിനുവേണ്ട പണി ഡ്രസ്സായിരുന്നു. പിന്നെ അതൊക്കെ കഴുകിയുണ്ട്. അപ്പോൾ അമ്മയും ചിരുവാടിന് വയലിൽ ഓരോ പണികളായിരുന്നു കേട്ടോ. അങ്ങനെ അലക്കിയ തുണികളൊക്കെ മുക്കി ഇതാക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് കല്യാണത്തിന് പോകാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഞാൻ ആ സാരിയൊക്കെ പുതിയ സാരി ആയതുകൊണ്ട് ഞാനതൊന്നും അമ്മയ്ക്ക് ജസ്റ്റ് ഉടുക്കാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പിന്നത്തെ വീഡിയോ ശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അമ്മയും